ആലപ്പുഴ വെൺമണി സ്കൂളിന്റെ സമീപത്തുള്ള മുളമ്പള്ളി വയൽ പ്രദേശത്തെ കൊടുംകാട്. വെൺമണി സ്വദേശി ശരൺ 17-കാരിയുമായി 4 ദിവസം ഇവിടെയാണ് കഴിഞ്ഞിരുന്നത്. ശരണിന്റെ വീട്ടിൽ നിന്നും 1 കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശം. പെൺകുട്ടിയുമായി കഴിയുന്നതിന് ഇവിടെ കാട് വെട്ടിത്തെളിച്ചു. പായ വിരിക്കാൻ സൗകര്യത്തിന് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. ബ്രെഡ് അടക്കം ഏതാനും ദിവസത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ സുഹൃത്ത് മുഖേന സംഘടിപ്പിച്ചു. പിന്നീടുള്ള ദിവസങ്ങളിൽ ഇരുവരും മരച്ചീനി ചുട്ടുകഴിച്ചു. ഡിസംബർ 19 രാത്രിയാണ് 17-കാരിയുമായി ഇയാൾ കടന്നത്. ട്രെയിൻ മാർഗം എറണാകുളത്തെത്തി. മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ അന്വേഷണ സംഘം കണ്ടെത്തുമെന്ന ഉറപ്പിനെ തുടർന്ന് പിന്നീട് ഫോൺ ഉപേക്ഷിച്ചു. പോലീസ് സംഘം എറണാകുളത്തെത്തും മുൻപേ മറ്റൊരു ട്രെയിനിൽ ചെങ്ങന്നൂരിൽ വന്നിറങ്ങി. പെൺകുട്ടിയുമായി പിന്നീട് കാട്ടിലേക്കെത്തി. കുടിവെള്ളം, പണം, ഭക്ഷണം ഇവയ്ക്കായി ശരൺ ഇടയ്ക്ക് പുറത്തിറങ്ങുമായിരുന്നു. ഇതിനിടെ ചില സുഹൃത്തുക്കളുടെ വീടുകളിലും എത്തി. ശരണിനെ പലരും കാണുന്നതിന് ഇത് ഇടവരുത്തി. സൂചനകൾ ലഭിച്ചതോടെ വെൺമണി പ്രദേശം വിട്ട് ഇവർ പോയിട്ടില്ല എന്ന് പോലീസ് ഉറപ്പിച്ചു. ആൾതാമസമില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യഘട്ട അന്വേഷണം. ഒരു ദിവസം പണത്തിനായി സുഹൃത്തിന്റെ വീട്ടിൽ ഒളിച്ചെത്തി. പോലീസ് അവിടെ എത്തിയതറിഞ്ഞ് അച്ചൻകോവിലാറിന്റെ തീരത്ത് കാട് വളർന്നു നിൽക്കുന്ന സ്ഥലത്ത് ഒളിച്ചു. പോലീസ് കാടിനുള്ളിൽ തിരയുന്നതിനിടെ ശരൺ തിട്ടയിടിഞ്ഞ് ആറ്റിൽ വീണു. നീന്തി കയറിയ ശേഷം കാട്ടിലെ ആഞ്ഞിലി മരത്തിന് മുകളിൽ കയറി ഒളിച്ചു. പോലീസിന്റെ ശ്രദ്ധ തിരിഞ്ഞ ശേഷം വീണ്ടും കാട്ടിലേക്ക് കടക്കുകയായിരുന്നു. കാട്ടിൽ മനുഷ്യ സാന്നിധ്യം മനസ്സിലാക്കിയ പോലീസ് പ്രദേശവാസികളുടെ സഹകരണത്തോടെ നടത്തിയ തെരച്ചിലിലാണ് ക്രിസ്മസ് ദിനത്തിൽ ശരണിനെയും കുട്ടിയെയും കണ്ടെത്തിയത്. എറണാകുളത്ത് വെച്ചും പിന്നീട് വെൺമണിയിൽ കാട്ടിലെത്തിച്ചും ശരൺ പെൺകുട്ടിയെ പലതവണ പീഡിപ്പിച്ചതായി പോലീസ് വ്യക്തമാക്കി. അടൂർ ഡിവൈഎസ്പി PG സന്തോഷ് കുമാറിന്റെ മേൽനോട്ടത്തിൽ പന്തള CI TD പ്രജീഷിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. SI വിനോദ് കുമാർ, ASIമാരായ ഷൈൻ, സിറോഷ്, പോലീസ് ഉദ്യോഗസ്ഥരായ അനീഷ്, അനുപമ, അമീഷ്, അൻവർ ഷാ, അർച്ചിദ്, വിപീഷ്, അഖിൽ, അമൽ ഹനീഫ് എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.